चैप्टर 2 गरम जामुन गरम चूड़ जामुन न्यावल पഴം। बहुत पहले तमिलनाडु में एक बड़ी कवयित्री रहती थी. കുറെ നാൾ മുമ്പേ തമിഴ്നാടുവിൽ ഒരു കവയിത്രി താമസിക്കുന്നുണ്ടായിരുന്നു. കവയിത്രി കവിതകൾ എഴുതുന്ന ആൾ. उसका नाम ओवैयार था. അവരുടെ പേരായിരുന്നു ओवैयार. उसकी विद्वता के कारण पूरे देश के लोग उसका बहुत सम्मान करते थे. കവിതകളിൽ ഉള്ള അവരുടെ വിശേഷജ്ഞത കാരണം മുഴുവൻ ആൾക്കാർ അവരെ സമ്മാനിക്കുമായിരുന്നു, ബഹുമാനിക്കുകയായിരുന്നു. बड़े बड़े विद्वान भी उसकी कविताओं से मंत्रमुग्ध हो जाते थे. വലിയ വലിയ ആൾക്കാർ, പണ്ഡിതൻ കൂടി അവരുടെ കവിതകളിൽ മുഴുകിയിരിക്കുമായിരുന്നു, കവിതകൾ കേട്ടിട്ട് മുഴുകിയിരിക്കുമായിരുന്നു. समय समय पर ओवैयार राज दरबार में होने वाली कवि गोष्ठियों में भी भाग लेती थी. രാജദർബാർ, രാജാവിൻ്റെ ദർബാറിൽ, സദസ്സിൽ നടക്കുന്ന കവിതകളും സമ്മേളനങ്ങളിലും എല്ലാത്തിലും അവർ പങ്കെടുക്കുമായിരുന്നു. ओवैयार जब रास्ते से गुजरती तो लोग उसे हाथ जोड़कर प्रणाम करते थे. ഓവയ്യാർ വഴിയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരും അവരെ കൈകൂപ്പി പ്രണമിക്കുമായിരുന്നു. छोटे तो छोटे, बड़े भी ओवैयार को देखकर उसके लिए रास्ता छोड़ देते थे. ചെറിയ ആൾക്കാർ മാത്രമല്ല, വലിയ വലിയ ആൾക്കാരും ഓവയ്യാർ പോകുമ്പോൾ വഴിമാറിക്കൊടുക്കുമായിരുന്നു. एक दिन दोपहर के समय ओवैयार बाजार की तरफ जा रही थी. ഒരു ദിവസം ഉച്ചയ്ക്ക് ഓവയ്യാർ ബാസാർ, മാർക്കറ്റിൽ പോകുകയായിരുന്നു. जिस सड़क पर वह चल रही थी उसके दोनों ओर जामुन के पेड़ लगे थे. ഏത് വഴി കൂടെയാണ് അവർ പോയത്? സഡക് വഴി. ഏത് വഴി കൂടെയാണ് അവർ പോയത്? അതിൻ്റെ രണ്ട് സൈഡിലും ഞാവൽ പഴത്തിൻ്റെ മരം ഉണ്ടായിരുന്നു. ഉൻ പേടോ പർ ജാമുൻ ലദേ ഹുവേ ഥേ. ആ മരങ്ങളിൽ ഞാവൽ പഴം തൂങ്ങിക്കിടക്കുകയായിരുന്നു. ലദേ ഹുവേ ഥേ, തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഈ काले काले रसदार जामुन देखकर ओवैयार के मुंह में पानी आ गया. നല്ല ബ്ലാക്ക് കളറുള്ളത്, നല്ല കറുപ്പ് നിറത്തിലുള്ള ടേസ്റ്റിയുള്ള രുചിയുള്ള ഈ ഞാവൽപ്പഴം കണ്ടിട്ട് ഓവയ്യാർക്ക് മൂമേ പാനി ആകയ, ഓവയ്യാരുടെ വായിൽ വെള്ളം വന്നു എന്നാണ് പറയുന്നത്. കഴിക്കാൻ തോന്നി. ലേക്കിൻ ജാമുൻ കെ സഭി പേഡ് ഊഞ്ചേ ഥേ. പക്ഷേ ഞാവൽപ്പഴത്തിൻ്റെ മരം ഭയങ്കര മുകളിലായിരുന്നു. ഉസ്കെ സാമനെ സമസ്യ യേ തീ കി വഹ ജാമുൻ കൈസെ തോടെ. അവരുടെ മുമ്പിലുള്ള പ്രശ്നം ഇതായിരുന്നു, അവർ ഞാവൽപ്പഴം എങ്ങനെയാണ് പൊട്ടിക്കുക. वृद्धावस्था में बालकों की तरह पेड़ पर कूदकर चढ़ जाना उनके वश की बात नहीं थी. വൃദ്ധാവസ്ഥ, വയസ്സായ കാരണം അവർക്ക് ബാലകോं की तरह, ചെറിയ കുട്ടികളെപ്പോലെ മരത്തിൽ ചാടിക്കേറി ഞാവൽപ്പഴം തൊടാനുള്ളത് പറ്റില്ലായിരുന്നു. ഞാവൽപ്പഴം തൊടാനോ പറിക്കാനോ പറ്റില്ലായിരുന്നു. വേ ആസ്പാസ് ദേഖ്നെ ലഗി കി ഷായത് കോയി ബച്ച ദിഖ് ജായ്. അവർ അടുത്തെല്ലാവരുടെയും നോക്കുകയായിരുന്നു, എവിടെയെങ്കിലും ഒരു കുട്ടിയെ കാണാൻ പറ്റുമോ എന്ന്. തബി ഓവയ്യാർ കി നസർ ഏക് പേഡ് പർ പടി. അപ്പോഴാണ് ഓവയ്യാർ ഒരു മരം കണ്ടത്. വഹാ ഏക് ചർവാഹെ കാ ലഡ്ക ചടാ ഹുവാ ജാമുൻ ഖാ രഹാ താ. അവിടെ ഒരു കുട്ടി. ഏത് കുട്ടി? ചർവാഹെ കാ ലഡ്ക. ചർവാഹ പറഞ്ഞ മേയ്ക്കുന്ന ആൾ. ഇപ്പം ആടിനെ മേയ്ക്കുന്ന ആളോ പശുവിനെ മേയ്ക്കുന്ന ആളോ, ആ മേയ്ക്കുന്ന ആളുടെ മകൻ അവിടെ ആ മരത്തിൻ്റെ മേലെ കയറി ഞാവൽപ്പഴം കഴിക്കുകയായിരുന്നു. ബാലക് നെ ഓവയ്യാർ കോ ദേഖാ തോ ജട്ട് ഉസേ പ്രണാം കർക്കെ കഹാ. കുട്ടി ഓവയ്യാറിനെ കണ്ടു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവരെ പ്രണമിച്ചിട്ട് പറഞ്ഞു, മൗസി ബഡേ സ്വാദിഷ്ട ജാമുൻ ഹേ, കഹോ തോ കുച്ച് തുമാരേ ലിയേ ഗിരാ ദൂം. മൗസി, അറിയാത്ത ഏതെങ്കിലും സ്ത്രീകളെ കാണുമ്പോൾ മോസി പറഞ്ഞ അമ്മയുടെ അനിയത്തി എന്നാണ് ഉദ്ദേശം. ഇവിടെ അത് നമ്മൾ അറിയാത്ത ആൾക്കാരെയൊക്കെ കുട്ടി, ആൻറ്റി, അങ്കിൾ ഒക്കെ വിളിക്കുമല്ലോ. അപ്പോൾ ഈ കുട്ടി മോസി എന്ന് പറഞ്ഞിട്ടാണ് സംബോധിച്ചത്.
മോസി ബഡേ സ്വാദിഷ്ട ജാമുൻ ഹെ, നല്ല ടേസ്റ്റിയായ ഞാവൽപ്പഴമുണ്ട്. കഹോ തോ കുച്ച് തുമാരെ ലിയെ ഗിരാ ദോ, പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഞാവൽപ്പഴം വീഴ്ത്തട്ടെ. ഓവയ്യാർ കെ മൻ കി മുറാദ് പൂരി ഹോ ഗയി, മുറാദ് ആഗ്രഹം. ഓവയ്യാർ മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെ ആ കുട്ടി പറഞ്ഞു. വേ തോ യഹി ചാത്തി തി, അവർ ഇതന്നെയല്ലേ ആഗ്രഹിച്ചത്. ഉസ്നെ കഹാ ബേട്ടാ മേരാ മൻ തോ ബഹുത് കർ രഹാ ഹെ, കുട്ടി എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യദി കുച്ച് ജാമുൻ ഗിരാ ദോ തോ തുമ്ഹേ ലാഖ് ദുആയേ ദൂങ്കി, കുറച്ച് ഞാവൽപ്പഴം വീഴ്ത്തി കഴിഞ്ഞാൽ നിന്നെ ഞാൻ നല്ലോണം ബ്ലെസ്സിങ്സ് തരാം, നല്ലോണം അനുഗ്രഹിക്കാം, ഞാൻ. बालक ने पूछा, मौसी गिराने को तो अभी गिरा दूँ, लेकिन कौन से जामुन खाना पसंद करोगी, गरम या ठंडे? കുട്ടി ചോദിച്ചു, മോസി വീഴ്ത്താണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ വീഴ്ത്താം, പക്ഷേ ഏത് ഞാവൽപ്പഴമാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? പസന്ത് കരോഗി, ആഗ്രഹിക്കുന്നത്. ഗരം യാ ठंडे, ചൂടുള്ളതോ അതോ തണുപ്പുള്ളതോ? യേ സുൻകർ ഓവയ്യാർ കാ സിർ ചക്രാ ഗയ, ഇത് കേട്ടതും ഓവയ്യാർക്കൊന്ന് തലകറങ്ങിയ പോലെ തോന്നി. उसने तर्क में बड़े बड़े विद्वानों को परास्त किया था. അവർ ആർഗുമെൻറ്റ്, തർക്ക് പറഞ്ഞ ആർഗുമെൻറ്റ്സിൽ പല വിദ്വാൻമാരെയും പരാസ്ത് കിയാ ഹെ, തോൽപ്പിച്ചിട്ടുണ്ട്. ബഹുത് സി പോഥിയാ പഠി ഥി, പോഥിയാ പുസ്തകം, കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഫിർ ഭി ആജ് തക് കഭി ജാമുനോ കെ ठंडे और गरम होने की बात नहीं सुनी थी. എന്നാലും എവിടെയും ഈ ഞാവൽപ്പഴം തണുപ്പും ചൂടുള്ള കാര്യങ്ങൾ അവർ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഉസേ സോച്ച് മേ പടാ ദേക്കർ ബാലക് ഫിർ കഹനെ ലഗ, ഓവയ്യർ ആലോചിക്കുന്നത് കണ്ടിട്ട് കുട്ടി പിന്നെയും ചോദിച്ചു, ബോലോ മോസി കോൺസെ ജാമുൻ ഗിറാവും, പറയൂ ഞാൻ ഏത് ഞാവൽപ്പഴമാണ് വീഴ്ത്തേണ്ടത്? ഓവയ്യർ ने कहा, बेटा क्यों मुझ बूढ़ी से हंसी करता है. ഓവയ്യർ ഇത് കേട്ടിട്ട് പറഞ്ഞു, കുട്ടി എന്തിനാണ് എന്നെ കളിയാക്കുന്നത്? ബൂഡീസെ ഹസി കർത്താ ഹെ പറഞ്ഞ് കളിയാക്കുക. എന്തിനാ എന്നെ കളിയാക്കുന്നത്? ഭല ജാമുൻ ബി കഹി ഗരം ഓർ ठंडे होते हैं, ഞാവൽപ്പഴം എപ്പോഴെങ്കിലും തണുപ്പോ ചൂടോ ആയിട്ടുണ്ടോ? ബാലക് ने कहा, अरे मौसी कैसी बात करती हो, മേരി ഇത്നി ഹിമ്മത്ത് കഹാ കി തുംസെ ഹസി കറൂം, എൻ്റെ ഇത്രയ്ക്ക് ധൈര്യം എവിടെയാണ് ഞാൻ നിങ്ങളെ കളിയാക്കുക എന്ന്? മേ സച്ച് കർ രഹാ ഹൂം, യഹാ ദോനോ തരാ കെ ജാമുൻ ഹെ, ഞാൻ സത്യമായിട്ടാണ് പറയണത്, ഇവിടെ 2 തരത്തിലുള്ള ഞാവൽപ്പഴങ്ങളുണ്ട്. ബത്താവോ കോൺസി ഗിറാവും, പറയൂ ഏത് ഞാവൽപ്പഴമാണ് വീഴ്ത്തേണ്ടത്? ഓവയ്യാർ ബാലക് കി ബാത് പർ വിചാർ കർനെ ലഗി, ഓവയ്യാർ കുട്ടി പറഞ്ഞത് കേട്ടിട്ട് നല്ലോണം ഒരു ആലോചന തുടങ്ങി. വേ സോച്ചനെ ലഗി കി ഇസ് ബാത് കാ ക്യാ ഉത്തർ ദേ, അവർ വിചാരിക്കാൻ തുടങ്ങി ഈ പ്രശ്നത്തിൽ എന്താണ് ഉത്തരം കൊടുക്കുക? ക്യാ വേ കേദേ കി ഗരം ജാമുൻ ഗിരാവോ, എന്താ പറയണോ ചൂട് ഞാവൽപ്പഴം വീഴ്ത്താൻ? പർ ജാമുൻ തോ ഗരം ഹോത്തേ ഹി നഹി, പക്ഷെ ഞാവൽപ്പഴം ചൂടുള്ളതായി കേട്ടിട്ടേ ഇല്ലല്ലോ. കോൺ ജാനെ ഉസ്കി ഇസ് ബാത് പർ ബാലക് ഉസ്കി ഓർ ബി ഹസി ഉടായെ, എന്താ ആർക്കറിയാം, ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പിന്നെ എന്നെ കളിയാക്കിയാലോ. ബാലക് നെ ഫിർ കഹാ, മോസി തും തോ ബഡി ബുദ്ധിമതി ഹോ, കുട്ടി പിന്നെയും ചോദിച്ചു, നിങ്ങൾ ഭയങ്കര ബുദ്ധിമതിയാണല്ലോ. അപ്നി കവിതാओं से छोटे बड़े सबके मन में ആനന്ദ് കാ രസ് ഘോൽ ലേത്തി ഹോ, നിങ്ങളുടെ കവിതകൾ കാരണം ചെറിയ കുട്ടിയായാലും നിങ്ങളുടെ കവിതകൾ കൊണ്ട് വലിയ ആൾക്കാരായാലും ചെറിയ ആൾക്കാരായാലും എല്ലാവരെയും ഭയങ്കരമായിട്ട് രസിപ്പിക്കുന്ന ആളല്ലേ. बड़े आश्चर्य की बात है कि तुम इतनी सी बात नहीं समझ पा रही हो, ഭയങ്കര ഒരു സർപ്രൈസായ കാര്യമാണല്ലോ, ആശ്ചര്യമുള്ള കാര്യമാണല്ലോ, നിങ്ങൾ ഇത്രയ്ക്കും ചെറിയൊരു കാര്യം കൂടി മനസ്സിലാക്കിയില്ലല്ലോ. സോച്ച്തേ സോച്ച്തേ ഓവയ്യാർ തങ് ആ ഗയി ഥി, ആലോചിച്ച് ഓവയ്യാറിന് മതിയായി. ഉസ്നെ കഹാ ഭൈ തൂ നഹി മാനേഗ,
ഓ നീയൊന്നും വിചാരിക്കില്ല, എന്ത് പറഞ്ഞാലും കുട്ടിയൊന്നും കേൾക്കില്ല. ചൽ കുച്ച് ഗരം ജാമുൻ ഗിരാതെ, എന്നാൽ ശരി നീ ഒന്ന് ആ ചൂടുള്ള ഞാവൽപ്പഴം വീഴ്ത്തിക്കോ. മേനെ ആജ് തക് ठंडे ജാമുൻ ഹി ഖായേ ഹെ, ഞാൻ ഇതുവരെ നല്ല തണുത്തുള്ള ഞാവൽപ്പഴമാണ് കഴിച്ചിരിക്കുന്നത്. അബ് ദേഖൂ കി ഗരം ജാമുൻ കേസെ ഹോത്തെ, ഇനി നോക്കട്ടെ ഈ ചൂടുള്ള ഞാവൽപ്പഴം എങ്ങനെയാണാവോ. बालक ने हंसते हुए पेड़ की एक डाली को जोर जोर से हिला दिया. കുട്ടി ഇത് കേട്ട്, അവർ ചൂടുള്ള ഞാവൽപ്പഴം വീഴ്ത്താൻ പറഞ്ഞത് കേട്ടിട്ട് ചിരിച്ചിട്ട് ഒരു ബ്രാഞ്ച് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇളക്കി. കാലേ കാലേ രസ്ദാർ ജാമുൻ പേട് സേ നീച്ചെ ഗിർപ്പടെ, നല്ല രുചിയുള്ള കറുപ്പ് നിറത്തിലുള്ള ഞാവൽപ്പഴം താഴെ വീണു. ഓർ ധൂൽ മേ സൻ ഗയെ, താഴെയുള്ള മണ്ണിൽ അങ്ങനെ വീണുപോയി. ओवैयार एक एक जामुन को उठाकर बड़े प्रेम से फूंक फूंक कर खाने लगी. ഓവയ്യാർ ഇവർ ആ കവയത്രി ഓരോരോ ഞാവൽപ്പഴം എടുത്തിട്ട് മണ്ണല്ലേ അപ്പോൾ ഊതി കഴിക്കാൻ തുടങ്ങി. യഹ് ദേഖ്കർ ബാലക് ഹസ് പടാ ഫിർ ബോല കഹോ മൗസി ഗരം ജാമുൻ കേസെ ലഗേ. ഇത് കണ്ടിട്ട് കുട്ടി പറഞ്ഞു, പറയൂ എങ്ങനെയുണ്ട് ഈ ചൂടുള്ള ഞാവൽപ്പഴം. ഓവയ്യാർ നെ ജാമുൻ കാ രസ് ചൂസ്തേ ഹുവേ കഹ, അവർ ആ ഞാവൽപ്പഴം കഴിച്ചിട്ട് പറഞ്ഞു, ബേട്ട ജാമുൻ തോ ठंडे ഹി ഹേ, ഞാവൽപ്പഴം തണുപ്പന്നെയാണല്ലോ. അപ്പോൾ കുട്ടി പറഞ്ഞു, ബാലക് നെ കഹ कैसी बात कर रही हो मौसी, എങ്ങനത്തെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. यदि जामुन गरम नहीं है तो फिर तुम उन्हें फूंक फूंक कर क्यों खा रही हो, ഞാവൽപ്പഴം ചൂടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനെ ഊതി കഴിക്കുന്നത് എന്ന്. ഓവയ്യാർ സൻരഹഗൈ പറഞ്ഞ സ്തംഭിച്ചു പോവുക. ഇത് കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഓവയ്യാറിന് ഇത് കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇസ് ബാത് കാ വഹ് ക്യാ ഉത്തർ ദേത്തി, ഈ കാര്യത്തിന് കുട്ടിക്ക് എന്താണ് ഉത്തരം കൊടുക്കുക. एक चरवाहे के बालक ने अपने वाक चातुर्य से उसे हरा दिया. एक चरवाहे के बालक ने अपने वाक चातुर्य से उसे हरा दिया. ഒരു മേയ്ക്കുന്ന ആള്, ആട്ടിടയനോ പശുവിനെ മേയ്ക്കുന്ന ആളുടെ കുട്ടി അവരെ വാക്ചാതുര്യത്തിൽ ഈ പ്രസിദ്ധമായ കവയിത്രിയെ തോൽപ്പിച്ചു. വാക്ചാതുര്യം പറഞ്ഞാൽ സ്പീച്ച് ടാക്ട്. ചില സമയത്ത് കുട്ടികൾ നമ്മളെ അവരുടെ വർത്തമാനത്തിൽ ഒന്ന് ആശ്ചര്യപ്പെടുത്തുമല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവുമല്ലോ, അതുതന്നെയാണ് ഇവിടെയും പറ്റിയത്. വേ കുച്ച് ലജ്ജിത് സി ഹോ ഗയി, ലജ്ജിത് പറഞ്ഞാൽ അഷേംഡ്, ഒരു നാണം വന്ന പോലെ തോന്നിപ്പോയി. തബി ബാലക് നീച്ചെ ഉത്തർ ആയ, അപ്പോഴാണ് കുട്ടി താഴെ വന്നത്, താഴെ ഇറങ്ങി വന്നു കുട്ടി. ഓവയ്യാറിനെ ഉസെ ഗലെ സെ ലഗാ ലിയ, ഓവയ്യാർ കുട്ടി താഴെ വന്നപ്പോഴേക്കും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓർ കഹ സച്ച് മുച്ച് ജാമുൻ ഗരം ഹി ഹേ തബി തോ മേ ഇനെ ഫൂങ്ക് ഫൂങ്ക് കർ ഖാ രഹി ഹൂം. ശരിക്കും എൻ്റെ കുട്ടി, ഞാവൽപ്പഴം നല്ല ചൂട് തന്നെയാണ്, അതല്ലേ ഞാൻ അതിനെ ഊതി കഴിക്കുന്നത്. दोनों साथ साथ हंस पड़े और हंसते हंसते ही अपने अपने घर चले गए. രണ്ടാളും ഇത് കേട്ടിട്ട് ഒരുമിച്ച് ചിരിക്കാനും തുടങ്ങി, ഒരുമിച്ച് തന്നെ അവരവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു.